പ്ലസ് ടു കെമിസ്ട്രിയിലെ ഏറ്റവും വെയിറ്റേജ് കുറവുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 10 ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊന്ന് നോക്കിയേക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. റെഡ്യൂസിങ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സിൻ്റെ കാര്യവും അതുപോലെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിൻ്റെ കേസും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നീട് വരുന്നതാണ് ലിങ്കേജസ്, ദാറ്റ് ഈസ് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ഇൻ ഗ്ലൂക്കോസ് ആൻഡ് പോളിസാക്കറൈഡ്സ്. വേറെ നമ്മുടെ പ്രോട്ടീൻസിൽ വരുമ്പോൾ അത് പെപ്റ്റൈഡ് ലിങ്കേജ് ആണ്, അതും കൂടി നോക്കിയേക്കാം. ആൻഡ് ഫൈനലി അമിനോ ആസിഡ്സിലോട്ട് പോകുമ്പോഴത്തേക്കും അമിനോ ആസിഡ്സിലാണെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ആംഫോട്ടറിക് നേച്ചർ പഠിക്കാനുണ്ട്, എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, അവരുടെ എക്സാമ്പിൾസ് നോക്കുക. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ ചോദിക്കാം എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട്. അത് 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ എഴുതാനായിട്ടുള്ളതാണ് 4 ടൈപ്പ് സ്ട്രക്ചേഴ്സ്. ആൻഡ് ഫൈനലി നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ കേസസ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂക്ലിക് ആസിഡിൻ്റെ കേസസിൽ നമുക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡി ആൻഡ് ആർ എൻ എ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരെ ഈ വർഷം നമ്മുടെ മോഡൽ എക്സാമിനും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ വൈറ്റമിൻസും ഡെഫിഷ്യൻസി ഡിസീസസ്. വൈറ്റമിൻസ് എല്ലാത്തിൻ്റെയും പഠിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ബേസിക്കലി 3 എണ്ണത്തിനെ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് വൈറ്റമിൻ എ, വൈറ്റമിൻ B1 ആൻഡ് വൈറ്റമിൻ സി. ഇത്രയും ആൾക്കാരെയാണ് എപ്പോഴും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇവരെ എന്തായാലും നോക്കിയേക്കാം, ക്ലിയർ ആയിട്ട് പഠിക്കുക, നല്ല അടിപൊളിയായിട്ട് അതിൽ നിന്നുള്ള മാർക്കുകൾ സ്കോർ ചെയ്യുക.